ഒരു സംഭവത്തിലേക്ക് കൂടി നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകാം. ഗുണ്ടൽപേട്ടിലെ പൂപ്പാടം കാണാൻ വയനാട് സുൽത്താൻ ബത്തേരി ബസ് സ്റ്റാൻഡിൽ ഉണ്ടായത് വൻ തിരക്കാണ്. ഗുണ്ടൽപേട്ടിലേക്കുള്ള പ്രിയദർശിനി ബസ്സിൽ കയറാൻ 200ഓളം പേരാണ് തിക്കിത്തിരക്കി കയറിയത്. എന്നാൽ ഇത്രയും യാത്രക്കാരുമായി സർവീസ് നടത്താൻ ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചതോടെ പോലീസിന് ഇടപെടേണ്ടി വന്നു. ഏറെ നേരത്തെ തർക്കത്തിനൊടുവിൽ 134 പേരുമായാണ് ബസ് ഗുണ്ടൽപേട്ടിലേക്ക് പോയത്. ദൃശ്യമൊന്ന് കാണാം. ഗുണ്ടൽപേട്ട ബസ് ഓവർലോഡായിട്ട് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞ് നിൽക്കുക പോടെ. ദീപക് മോഹൻ ചേരുന്നു. ദീപക്, സൗജന്യമായി സ്ത്രീകൾക്കൊക്കെ ഒരു വിനോദയാത്ര പോകാൻ പറ്റുക എന്ന് പറയുന്നത് ഏറെ നല്ല കാര്യമാണ്. അത് അവരെ സംബന്ധിച്ച് വലിയ ഗുണമാണ്. പക്ഷേ ആ പദ്ധതി തുടക്കഘട്ടം മുതൽ ഒരു പ്ലാനിംഗ് ഇല്ലാതെ നടപ്പിലാക്കി എന്നതിന്റെ ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യം കൂടി. ഇത്രയധികം ആളുകൾ വന്നാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് സർവീസ് വേണ്ടത്, എത്ര സർവീസുകൾ വേണം എന്നുള്ളതിലൊന്നും ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ബസ്സിലേക്ക് ഇത്രയധികം ആളുകൾ ഇടിച്ചു കയറുന്ന ഒരു ദൃശ്യം നമ്മൾ കാണുന്നത്. എന്നിട്ട് 200 പേരുമായി പോവാൻ കഴിയില്ല എന്ന് ബസ്സിലെ ജീവനക്കാർക്ക് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് ഇന്നലെ സംഭവിച്ചത്? റോഷ്നി, അതായത് കഴിഞ്ഞ 2 ആഴ്ചയായി സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഗുണ്ടൽപേട്ടിലേക്ക് പോകുന്ന KSRTC പ്രിയദർശിനി ബസ്സിൽ ഇത്തരത്തിലൊരു സംഭവമുണ്ട്. അതായത് ആളുകൾ വലിയ തിരക്കാണ് ബസ്സിൽ അനുഭവപ്പെടുന്നത്. ഇന്നലെ 139ഓളം ആളുകൾ ബസ്സിലുള്ള സമയത്താണ് കൂടുതൽ ആളുകൾ വാഹനത്തിലേക്ക് കയറുന്ന ആ സാഹചര്യത്തിലാണ് ബസ്സിന്റെ ജീവനക്കാർ ഇത്രയധികം ആളുകളെ കൊണ്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. പിന്നീട് മോട്ടോർ വാഹന വകുപ്പും അതോടൊപ്പം പോലീസ് അധികൃതരും എത്തിയാണ് ബസ്സിൽ അധികമുള്ള ആളുകളെ പുറത്തിറക്കി 139ഓളം ആളുകളെ ബസ്സിൽ ഇരുത്തി ഗുണ്ടൽപേട്ടിലേക്ക് യാത്ര പോയത്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 3ഉം കൽപ്പറ്റയിൽ നിന്ന് 1ഉം അങ്ങനെ 4 KSRTC പ്രിയദർശിനി ബസ്സുകളാണ് ഗുണ്ടൽപേട്ടിലേക്ക് സർവീസ് നടത്തുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായി ഈ ബസ്സുകളിലൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് കണ്ണൂര്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് പോലുള്ള ജില്ലകളിൽ നിന്നൊക്കെ ഈ പൂപ്പാടങ്ങളും മുന്തിരിപ്പാടവും ഒക്കെ കാണാനായി വരുന്ന സ്ത്രീ യാത്രക്കാരാണ് ഏറ്റവും അധികം വരുന്നതെന്ന് ബസ് ജീവനക്കാർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് രാവിലെ 7 മണി മുതൽ തുടങ്ങുന്ന സർവീസുകളിലൊക്കെ തന്നെ വലിയ തിരക്കുകളിൽ ഈ ശനിയാഴ്ചകൾ, ഞായറാഴ്ചകൾ പോലുള്ള ദിവസങ്ങളിലാണ് ഏറ്റവും അധികം ആളുകൾ വരുന്നത്. ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ വരുന്ന സമയത്താണ് ഈ സർവീസ് നടത്തുന്നത് ബസ് ജീവനക്കാരെ സംബന്ധിച്ചോളം പ്രതിസന്ധിയുള്ളൊരു കാര്യമായിട്ട് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ ഈ കൂടുതൽ ആളുകൾ വന്നതിനെ തുടർന്ന് സർവീസ് പകുതി വെച്ച് നിർത്തി പിന്നീട് മറ്റു ബസ്സുകളിലാണ് ആളുകളെ കൊണ്ടുപോയത്. ഏതായാലും ഈ പ്രിയദർശിനി സർവീസ് നടത്തുന്ന ബസ്സുകളിലാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇനി ഓണമൊക്കെ ആകുന്നതോടുകൂടി കൂടുതൽ തിരക്ക് അനുഭവപ്പെടുമെന്ന് തന്നെയാണ് ജീവനക്കാർ പറയുന്നത്. ആളുകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് പോകുന്ന പ്രിയദർശിനി ബസ്സാണ്. കർണാടകയിൽ അതായത് മുത്തങ്ങ വന്യജീവി സങ്കേതവും ബന്ദിപ്പൂർ വന്യജീവി സങ്കേതവും ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ ഗുണ്ടൽപേട്ട കാണാനും പൂപ്പാടങ്ങളും മുന്തിരിപ്പാടവും ഒക്കെ കാണാനായി എത്തുന്ന സ്ത്രീ യാത്രക്കാർ ആ ബസ്സിൽ തന്നെ ഇരുന്ന് യാത്ര കഴിഞ്ഞ് തിരികെ സുൽത്താൻ ബത്തേരിയിൽ വരുന്ന ഒരു സാഹചര്യവും ഉണ്ടെന്നാണ് ബസ് ജീവനക്കാർ പറയുന്നത്. റോഷ്നി, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു പദ്ധതി വിജയകരമാണ് എന്ന് സർക്കാർ പറയുമ്പോൾ തന്നെയും അപ്പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെ കൂടി ഗൗരവമായി എടുക്കേണ്ടതുണ്ട്. കാരണം അപകടങ്ങൾ ഇങ്ങനെ തുടർക്കഥയാകുന്ന സാഹചര്യമാണ്. അതിൽ ഒരുപാട് പേർക്ക് പരിക്കേറ്റുന്നു. വലിയ അപകടങ്ങൾ സംഭവിക്കാൻ അത് നമ്മുടെ കയ്യിലല്ല ഉള്ളത്. അത്രയേറെ തിരക്കാണ് ഈ പ്രിയദർശിനി ബസ്സുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.